ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് പോളിനോമിയൽസിൻ്റെ തേർഡ് പാർട്ടാണ്. 1-2 പാർട്ടുകൾ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തേർഡ് പാർട്ടിൽ നമ്മൾ എക്സൈസ് 2.2-ന് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ 2.2-ൽ നിങ്ങൾ ഏതൊക്കെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻസുമാണ് തരുന്നത്. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് എടുത്ത് നോക്കുക. പേജ് നമ്പർ 32-ൽ അതെ അപ്പം പേജ് നമ്പർ 32-ൽ നമുക്ക് നമ്മുടെ ടോപ്പിക്ക് തുടങ്ങുവാണ്, സീറോസ് ഓഫ് എ പോളിനോമിയൽ. ഓക്കെ, പക്ഷേ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ, ആദ്യത്തെ ഒരു സെക്ഷനിൽ ഞാൻ സീറോസ് എന്താണെന്ന് പറയുന്നില്ല, പകരം പറയാൻ പോകുന്നത് വാല്യൂ ഓഫ് എ പോളിനോമിയൽ എന്നുള്ളതാണ്. വാല്യൂ ഓഫ് എ പോളിനോമിയൽ. അപ്പോൾ അതെന്താണെന്ന് പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ സീറോസ് ഓഫ് എ പോളിനോമിയലിലേക്ക് പോകത്തുള്ളൂ. അപ്പം മെയിൻ ടോപ്പിക്ക് സീറോസ് ഓഫ് എ പോളിനോമിയൽ എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അത് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ വാല്യൂസ് ഓഫ് എ പോളിനോമിയൽ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് പേജ് നമ്പർ 32-ലുണ്ട് സീറോസ് ഓഫ് ദ പോളിനോമിയൽ എന്താണെന്ന്. അതിൽ തന്നെയുള്ള ഒരു എക്സാമ്പിളാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ വേണമെങ്കിൽ നോക്കാം. ഇനി ഞാൻ എഴുതിയേക്കുന്നതിനകത്ത് എന്തെങ്കിലും മൈനസോ പ്ലസോ എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ തന്നെയും നിങ്ങൾക്ക് അവിടെ നോക്കുമ്പോൾ അതിൻ്റെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. സീറോസ് ഓഫ് ദ പോളിനോമിയൽ നോക്കുന്നതിന് മുന്നേ നമ്മൾ വാല്യൂ ഓഫ് ദി പോളിനോമിയൽ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. വളരെ സിമ്പിളാണ്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു പോളിനോമിയൽ ഇക്വേഷൻ എഴുതണം. അതാണ്ട് എക്സാമ്പിൾ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5x³ - 2x² + 3x - 2. അപ്പം അതിൽ സെയിം ടെക്സ്റ്റിലുള്ള സെയിം എക്സാമ്പിൾ തന്നെയാണ് ഞാനും എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് എഴുതി വെക്കുക. അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഈ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 5x³ - 2x² + 3x + 2. അപ്പോൾ ഇതാണ് ഇക്വേഷൻ അല്ലേ. അപ്പോൾ ഈ എക്സിന് പകരം ഇഫ് വി റീപ്ലേസ് എക്സ് ബൈ 1, എക്സിന് പകരം 1 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, ഈ പി ഓഫ് എക്സിൽ എക്സിന് പകരം 1 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്ത് വരും? ആ എക്സിന് പകരം വന്ന പി ഓഫ് എക്സ് എന്നാണ് നമ്മൾ വായിക്കുന്നത് അല്ലേ. അപ്പോൾ 1 വന്നാൽ പി ഓഫ് 1 എന്ന് വായിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിലും ആ എക്സിൻ്റെ 1 ഇട്ട് കൊടുക്കണ്ടേ? അപ്പം ലെഫ്റ്റ് സൈഡിൽ എക്സിന് 1 ഇട്ട് കൊടുത്താൽ റൈറ്റ് സൈഡിൽ എന്ത് ഇട്ട് കൊടുക്കണം? എക്സിന് 1 ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഒരു പോളിനോമിയൽ ഇക്വേഷൻ എടുത്തു. അതിനകത്ത് എക്സിന് പകരം നമുക്ക് ഇഷ്ടമുള്ളൊരു വാല്യൂ ഇട്ട് കൊടുക്കാൻ പോവുക. അത് എന്താണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്? 1 ആണ്. ഓക്കെ, സോ ഇഫ് വി റീപ്ലേസ് എക്സ് ബൈ 1 എവ്രിവെയർ ഇൻ പി ഓഫ് എക്സ്. അപ്പോൾ പി ഓഫ് എക്സിൻ്റെ എല്ലാ വശങ്ങളിലും നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? ആ 1 ഇട്ട് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ആൻസറാണ് പി ഓഫ് 1. അപ്പോൾ ശ്രദ്ധിച്ചോണം, പി ഓഫ് 1. നോക്കേ, ഞാൻ ഈ മേളിലുള്ള ഇക്വേഷൻ എക്സ് ഉള്ളിടത്തെല്ലാം 1 ഇട്ട് കൊടുക്കുക. അപ്പം 5 × x³ എന്നുള്ളത് പകരം എന്ത് വരും? 5 × 1³ കണ്ട. ഇനി മൈനസ് അതേണ കിട്ടും, 2 അതേണ കിട്ടും. x² പകരം എന്തിട്ട് കൊടുക്കണം? ഞാൻ 1² ഇട്ട് കൊടുക്കണം. സോ അപ്പോൾ ഇവിടെ ഇത്രേ ഉള്ളൂ. ദാണ്ട ഈ x³ പകരം ദാണ്ട 1³ ഇട്ടു. 2x² പകരം എത്ര ഇട്ടു? 1² ഇട്ടു. ഈ എക്സിന് പകരം 1 ഇട്ടു, 2 അതേണ. അതായത് ഈ ഒരു ഇക്വേഷനിൽ എക്സ് എവിടെയൊക്കെ വരുന്നോ അവിടെ എല്ലാം ഞാൻ എന്തിട്ട് കൊടുക്കണം? 1 ഇട്ട് കൊടുക്കണം. അത് ലെഫ്റ്റ് സൈഡിൽ ഇട്ട് കൊടുക്കണം, റൈറ്റ് സൈഡിൽ ഇട്ട് കൊടുക്കണം. അങ്ങനെ സംഭവിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ പി ഓഫ് 1 എന്ന് കിട്ടും നമുക്ക്, റൈറ്റ് സൈഡിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു വാല്യൂസ് കിട്ടും, കുറേ വാല്യൂസ്. അപ്പോൾ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. 1ൻ്റെ ക്യൂബ് നമുക്കറിയാം. 1 എന്താണ്? എനി നമ്പർ വന്നാൽ ആൻസർ എന്താണ്? 1 തന്നെയാണ്. സോ നെഗറ്റീവ് വന്നാൽ ഇല്ല കേട്ടോ. 1 എന്താണ്? 1 തന്നെയാണ്. 1 എന്താണ്? 1 തന്നെയാണ്. സോ 1 വന്നാലും എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. ഓക്കെ, പിന്നെ ഒരു കാര്യം ആലോചിക്കണം, 1 മാത്രമല്ല. സോ നോക്കേ, 1 1 ആണ്. എനി നമ്പർ റേസ് ടു 0 എന്താണ്? 1 ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ ആലോചിച്ചോളുക, 1 അല്ല, ഇതൊരു ടിപ്പായിട്ട് സൈഡിലോട്ടാണ് എഴുതിയിട്ടുള്ളൂ. എനി നമ്പർ റേസ് ടു 0 1 ആണ്. ഇപ്പം -1 റേസ് ടു 0 എന്താണ്? 1. അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ഒരു ബുക്ക് എടുക്കണം. ആ ബുക്കിൻ്റെ പേരെന്താണ്? നമ്മുടെ ഇക്വേഷൻസ് എഴുതാനായിട്ടൊരു ബുക്ക് എടുക്കണം. അപ്പോൾ ആ ബുക്ക് എടുത്തിട്ട് ഇങ്ങനെയുള്ള ടിപ്സ് ഞാൻ പറയുന്നത് എഴുതിയെടുക്കുക. -1 റേസ് ടു 0 1, 1 റേസ് ടു 0 1, 12 റേസ് ടു 0 1, 100 റേസ് ടു 100 റേസ് ടു. അപ്പം ഞാൻ ഈ മൗസ് പോയിൻ്റർ വെച്ചാണ് എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹാൻഡ് റൈറ്റിംഗ് അത്ര വൃത്തിയാവത്തില്ല, പക്ഷേ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. 1 ആണെങ്കിലും എന്താണ്? 1. ഓക്കെ, അപ്പോൾ അതുപോലെ 1³ എന്താണ്?
1 വരും. 1 സ്ക്വയർ എന്താണ്? 1 വരും. 3 ഇൻറ്റു 1 3. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തെടുക്കും. അപ്പോൾ അതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 1 ക്യൂബ് 1, അപ്പോൾ 5 ഇൻറ്റു 1 5. 1 സ്ക്വയർ 1 ആണ്, അപ്പോൾ 2 ഇൻറ്റു 1 2. അപ്പോൾ മൈനസ് ഓൾറെഡി അവിടെ ഉണ്ട്. പ്ലസ് 3 ഇൻറ്റു 1 3 -2. അപ്പോൾ നോക്കാം ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? പോസിറ്റീവ്സ് എല്ലാം കൂടി ആഡ് ചെയ്യണം. 5 പ്ലസ് 3 എത്ര കിട്ടും? 5 പ്ലസ് 3 8 അല്ലേ? പിന്നെ എന്ത് വരും? -2 കൂടെ എത്ര? -4. അപ്പോൾ ഞാൻ ആ സ്റ്റെപ്പ് എഴുതിയിട്ടില്ല. 5 പ്ലസ് 3 8, -2 കൂടെ -4. 8 -4 4. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കരുതുന്നു കുഞ്ഞു ക്ലാസ്. പക്ഷേ ഇതറിയാത്ത ആൾക്കാർ 9ാം ക്ലാസ്സിലുണ്ടെന്നുള്ള കാര്യം തീർച്ചയായിട്ടും അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ എക്സിന് എനിക്ക് എന്ത് വാല്യൂ കിട്ടി? എക്സിനല്ല, അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പം ഈ ഇക്വേഷനകത്ത് എന്ത് കിട്ടി? 4 കിട്ടി അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഈ പോളിനോമിയൽ ഇക്വേഷനകത്ത് എക്സിന് 1 ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്തുവാ? 4. സോ ആ കിട്ടിയ 4നെയാണ് നമ്മൾ വാല്യൂ ഓഫ് ദി പോളിനോമിയൽ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഒരു പോളിനോമിയൽ ഇക്വേഷനകത്ത് നമ്മൾ എക്സിന് എന്ത് വാല്യൂ ആണോ ഇട്ട് കൊടുക്കുന്നത്, അങ്ങനെ ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് കിട്ടുന്ന ആ റിസൾട്ട്, റൈറ്റ് സൈഡിൽ കിട്ടുന്ന ആ റിസൾട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാല്യൂ ഓഫ് ദി പോളിനോമിയൽ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു പോളിനോമിയൽ ഇക്വേഷൻ. വീണ്ടും പറയുവാണ്, ആ പോളിനോമിയൽ ഇക്വേഷനകത്ത് നമ്മൾ എന്ത് വാല്യൂ ആണോ ഇട്ട് കൊടുക്കുന്നത്, ആ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ കിട്ടുന്ന റിസൾട്ട്, റൈറ്റ് സൈഡിൽ കിട്ടുന്ന റിസൾട്ടിനെയാണ് വാല്യൂ ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇതാ ഇങ്ങനെ എഴുതാം: വാല്യൂ ഓഫ് പി ഓഫ് എക്സ്. ശ്രദ്ധിച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. വാല്യൂ ഓഫ് പി ഓഫ് എക്സ്. പി ഓഫ് എക്സ് എന്ന് വെച്ചാൽ ഈ പോളിനോമിയൽ ആട്ടോ. ഈ പോളിനോമിയലിനെ ഫുള്ള് നമ്മൾ ഈ പോളിനോമിയൽ എന്നോ അല്ലെങ്കിൽ 5x³ -2x² + 3x -2 അങ്ങനെ നമുക്ക് എപ്പോഴും പറയാൻ പറ്റുമില്ല. അതുകൊണ്ട് അതിനെ ജനറലായിട്ട് വിളിക്കുന്ന പേരാ പി ഓഫ് എക്സ്. ഇവിടുത്തെ പി ഓഫ് എക്സ് എന്താണ്? 5x³ -2x² + 3x -2. അപ്പം വാല്യൂ ഓഫ് പി ഓഫ് എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ എക്സിന് 1 ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ വാല്യൂ ദാറ്റ് ഈസ് 4. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ആദ്യമായിട്ട് പഠിക്കാനായിട്ടുള്ളത്. ഞാൻ കുറച്ച് സ്ലൈഡ് മുകളിലോട്ട് നീക്കുവാണ്. അപ്പോൾ മറക്കരുത്, ഇവിടെ മുകളിൽ 0 ഓഫ് ദ പോളിനോമിയൽ ഉണ്ട്. അപ്പോൾ 0 ഓഫ് ദ പോളിനോമിയൽ നമ്മൾ അടുത്ത സെക്ഷനിലേ പഠിക്കുകയുള്ളൂ. പകരം ഇന്ന് പഠിക്കുന്നത് എന്തോ? വാല്യൂ ഓഫ് ദ പോളിനോമിയൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയുടെ മെയിൻ ഹെഡിങ് ആയിട്ട് ഞാൻ വാല്യൂ ഓഫ് ദ പോളിനോമിയൽ എന്നായിരിക്കും ഇട്ടിടുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാല്യൂ ഓഫ് ദ പോളിനോമിയലിനെ ഹൈലൈറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ആ സ്ലൈഡ് കുറച്ച് മേളിലോട്ട് നാക്കുവാണ്, അല്ലെങ്കിൽ എനിക്ക് വായിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ഇപ്പോൾ ചെയ്തത്? ഒരു പോളിനോമിയൽ ഇക്വേഷൻ ഉണ്ടായിരുന്നു. ആ ഇക്വേഷനകത്ത് എക്സ് എല്ലാം മാറ്റിയിട്ട് നമ്മൾ എന്തിട്ട് കൊടുത്തു? 1 ഇട്ട് കൊടുത്തു. അങ്ങനെ എക്സ് എല്ലാം മാറ്റി നമ്മൾ 1 ഇട്ട് കൊടുത്തപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടി. അതെന്താണ് ആൻസർ? 4 ആണ് നമ്മുടെ ആൻസർ. സോ അങ്ങനെ വന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? വാല്യൂ ഓഫ് ദ പോളിനോമിയൽ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 ഈസ് 4. അത് മറന്നു പോരുത് കേട്ടോ. വാല്യൂ ഓഫ് പി ഓഫ് എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 ഈസ് 4. അപ്പം ഇതൊക്കെ മിക്ക ആൾക്കാർക്കും പെട്ടെന്ന് സ്കൂളിൽ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ടാകും. പക്ഷേ ഈ ഒരു ചെറിയ കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറക്കരുതെന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ ക്ലാസ് എടുക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടെ വ്യക്തമായിട്ട് നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നുണ്ടാവുക. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. കുറച്ച് സ്ലൈഡ് ബാക്കിലോട്ട് വെക്കാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചേ പിള്ളേരെ, അടുത്തത് അപ്പം ഈ സെയിം പി ഓഫ് എക്സ് തന്നെ. അതാണ്ട് ഈ ഫംഗ്ഷൻ ഞാൻ മാറ്റുന്നില്ല, ഈ പി ഓഫ് എക്സിനെ ഞാൻ മാറ്റുന്നില്ല. അപ്പം ഞാൻ ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു 0, ഞാൻ എക്സിന് 0 ഇട്ട് കൊടുത്താൽ എന്ത് സംഭവിക്കും നോക്കാം. ഓക്കെ, അപ്പോൾ ഈ പോളിനോമിയൽ ഇക്വേഷൻ ഞാൻ മാറ്റുന്നില്ല, പകരം എക്സിന് 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിച്ചാൽ എക്സിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ ഇവിടെ എഴുതാൻ വിട്ടുപോയാൽ നിങ്ങൾ എഴുതിക്കോണം. പി ഓഫ് എക്സ് എന്തായി മാറും? പി ഓഫ് 0 എന്തായി മാറും? പി ഓഫ് 0. കാര്യം എക്സിന് എന്തിട്ട് കൊടുക്കണം? 0. അപ്പോൾ ഇനി ഈ സ്ലൈഡ് താഴോട്ട് വെക്കാതെ ഈ ഇക്വേഷൻ തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് എടുത്ത് എഴുതിയേക്കുന്നത്. അല്ലേ, വേണ്ട, കുഴപ്പമില്ല. അപ്പോൾ എക്സിന് 0 ഇട്ട് കൊടുത്തു. അപ്പോൾ പി ഓഫ് 0 ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കേ, ഈ x³ വരെ എന്തിട്ട് കൊടുക്കണം? 0³. അപ്പോൾ 5 × 0³ -2 എഴുതി. x² വരെ എന്തിട്ട് കൊടുക്കണം? 0² ഇട്ട് കൊടുക്കണം. +3 എഴുതി. എക്സിന് വരെ എന്തിട്ട് കൊടുക്കണം? 0 ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഇക്വേഷനകത്ത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും എക്സിന് ഞാൻ 0 ആണ് ഇട്ട് കൊടുത്തത്. അങ്ങനെ ചെയ്തപ്പം ഈ ടൈം 0 ആയിപ്പോയി, ഈ ടൈം 0 ആയിപ്പോയി, ഈ ടൈം 0 ആയിപ്പോയി. ബാക്കി ഒരു -2 വന്നു. ആൻസർ എത്ര? -2. അപ്പം നമ്മളിത് നമ്മുടെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതണ്ടേ? നമുക്ക് എന്തോ കിട്ടിയേക്കുന്നത്? ഒരു -2 കിട്ടി. എന്താണ് ആ -2? അത് നമുക്ക് പറയാം. വി ക്യാൻ സേ വാല്യൂ ഓഫ് പി ഓഫ് എക്സ്. വാല്യൂ ഓഫ് പി ഓഫ് എക്സ് അറ്റ് എപ്പോഴാണ്?
എക്സ് ഇസ് ഈക്വൽ ടു 0. എക്സിന് 0 ആകുമ്പോൾ ഉള്ള പി ഓഫ് എക്സിൻ്റെ വാല്യൂ ആണ് -2. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പം വാല്യൂ ഈസ് -2 എന്ന് വേണമെങ്കിൽ എഴുതാം. പക്ഷേ എന്നാലും ഭംഗിയായിട്ട് പറയുന്നത് എങ്ങനെയാണ്? വാല്യൂ ഓഫ് പി ഓഫ് എക്സിൻ്റെ വാല്യൂ അറ്റ് എപ്പോഴാണ് എക്സ് ഇസ് ഈക്വൽ ടു എത്ര 0 ഈസ് എത്ര -2. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സ്ലൈഡ് ഒന്ന് താഴെടുക്കുവാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ എന്ത് പറഞ്ഞത്? ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ 0 ഓഫ് ദ പോളിനോമിയൽ പഠിക്കണമെന്ന് പറഞ്ഞു. വാല്യൂ ഓഫ് ദ പോളിനോമിയലാണ് ആദ്യമായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ പേജ് നമ്പർ 32 ഒരു ഇക്വേഷൻ നമ്മളെടുത്തു. അതിൽ എക്സിന് 1 ഇട്ട് കൊടുത്തപ്പോൾ ഒരു വാല്യൂ കിട്ടി, എക്സിന് 0 ഇട്ട് കൊടുത്തപ്പോൾ ഒരു വാല്യൂ കിട്ടി -2. ഇനി കുറേ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പം വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞൊന്നുമില്ല, അവർ തരുന്നൊരു ഡിജിറ്റ് ഉണ്ടാവും, ഓക്കെ, ഒരു നമ്പർ ഉണ്ടാവും. അതെടുത്ത് എക്സ് ഇട്ട് കൊടുക്കുമ്പോൾ ഫൈനൽ ആൻസർ എന്ത് കിട്ടുന്നു? ദാറ്റ് ഈസ് കാൾഡ് ദ വാല്യൂ. ഓക്കെ, ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. പിന്നെ ഇത് മാക്സിമം ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്തത് ഇനി നമുക്ക് അത് സെയിം ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. ഇന്നിപ്പോൾ വാല്യൂവിനെ പറ്റി മാത്രമേ ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ. കാര്യം ഒരുപാട് എടുത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പം ബോറിംഗ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ പേജ് നമ്പർ 32, പേജ് നമ്പർ 32 എന്താണുള്ളത്? ഓക്കെ, 32 ആണോ? അതെ, പേജ് നമ്പർ 32 ലാസ്റ്റ് കിടക്കുവാണ്. ഓക്കെ, ഞാൻ ഓർത്തത് 33 ആണ്. അതിൻ്റെ സൊല്യൂഷൻസ് എല്ലാം കിടക്കുന്നത് 33 അതുകൊണ്ടാണ് മാറിപ്പോയി. ഓക്കെ, അപ്പോൾ 32 എക്സാമ്പിൾ 2 അത് നോക്കിയാലും മതി. എക്സാമ്പിൾ 2 ഫൈൻഡ് ദ, ശ്രദ്ധിച്ചാൽ ഇത് കുറച്ച് ക്വസ്റ്റ്യൻ തിരിച്ചാണ് തന്നിരിക്കുന്നത്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് പോളിനോമിയൽസ്. കുറേ പോളിനോമിയൽസ് ഉണ്ട് അപ്പോൾ അല്ലേ? ഈച്ച് ഓഫ് ദ ഫോളോയിങ് പോളിനോമിയൽസ്, കുറേ പോളിനോമിയൽസ് ഉണ്ട്. അറ്റ് ദ ഇൻഡിക്കേറ്റഡ് വാല്യൂ ഓഫ് ദ വേരിയബിൾസ്, അങ്ങനെയാണോ? അറ്റ് ദ ഇൻഡിക്കേറ്റഡ് വാല്യൂ ഓഫ് ദ വേരിയബിൾസ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് ചിലപ്പോൾ ഇത് എന്താണ് ഇൻഡിക്കേറ്റഡ് വാല്യൂ? സംഭവം പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ അവർ തരും. ഇതാണ് ഒരു ഫംഗ്ഷൻ. അതിന് നേരെ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് തരും, അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു എന്തെങ്കിലും ഒരു വാല്യൂ. അപ്പോൾ അതിന് നേരെ തരുന്ന വാല്യൂവിനെയാണ് ഇൻഡിക്കേറ്റഡ് വാല്യൂ എന്ന് പറയുന്നേക്കുന്നത്. ഓക്കെ, അപ്പം ഫൈൻഡ് ക്വസ്റ്റ്യനകത്ത് ശ്രദ്ധിക്കണം, 2 വാല്യൂസ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതെ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് പോളിനോമിയൽസും ഉണ്ട്, അറ്റ് ദ ഇൻഡിക്കേറ്റഡ് വാല്യൂ ഓഫ് ദ വേരിയബിൾസ്. ഓക്കെ, അപ്പോൾ അതൊന്നും കണ്ട് കൺഫ്യൂഷൻ ആകണ്ട. വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആ പോളിനോമിയൽ ഫംഗ്ഷൻ നിങ്ങൾ ആദ്യം അങ്ങോട്ട് എടുത്ത് എഴുതുക. പോളിനോമിയൽ ഫംഗ്ഷൻ എടുത്ത് എഴുതി അതിനുശേഷം എന്ത് ചെയ്യണം? പിന്നീട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഡിക്കേറ്റഡ് വാല്യൂ എക്സ് ഇസ് ഈക്വൽ ടു 1 എഴുതി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്താണ് കൊടുക്കേണ്ടത്? എക്സിന് 1 ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പി ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് എക്സിന് നമ്മൾ എന്തിട്ട് കൊടുക്കണം? 1 ഇട്ട് കൊടുക്കണം. ഓക്കെ, ഞാനിത് കുറച്ചുകൂടെ ഒന്ന് സൂം ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഓക്കെ, എക്സിൻ്റെ സ്ഥാനത്ത് ഞാൻ എന്തിട്ട് കൊടുത്തു? 1 ഇട്ട് കൊടുത്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? 5 × 1³ - 3 × 1 + 7 എന്ന് വരും. കാര്യം എക്സിനെല്ലാം 1 ഇട്ട് കൊടുക്കണം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കൊടുക്കാൻ മറക്കല്ലേ. പി ഓഫ് എക്സ് മാറി എന്തായി മാറും? പി ഓഫ് 1 ആയി മാറും. എല്ലാം കൂടി കൂട്ടിയെടുക്കുമ്പോൾ ആൻസർ എത്ര കിട്ടും? 9. ഇതൊക്കെ കൂട്ടാനൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്, വേണമെങ്കിൽ നോക്കിക്കോ. 1² 1 തന്നെ, സോ 5 × 1 5, -3 × 1 -3 തന്നെ 7. പിന്നെ എന്തുവാ? പോസിറ്റീവ്സിനെ ആഡ് ചെയ്തേക്കുന്നു. ഏതൊക്കെ? 5ഉം 7ഉം എത്ര? 12, -3 എത്ര? 9. ഓക്കെ, സോ അപ്പോൾ നമുക്ക് അവിടെ എന്ത് എഴുതാൻ പറ്റും? അതെ, സോ വി ക്യാൻ സേ ദ വാല്യൂ ഓഫ് എന്ത് പി ഓഫ് എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 ഈസ് 9. ഓക്കെ, അപ്പോൾ ഒന്ന് ഇങ്ങനെ എഴുതാം കേട്ടോ. വാല്യൂ ഓഫ് പി ഓഫ് എക്സിൻ്റെ വാല്യൂ അറ്റ് എപ്പോഴാണ്? എക്സ് ഇസ് ഈക്വൽ ടു 1 ഈസ് എത്ര? 9. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകരുത്. വാല്യൂ അല്ല 1, വാല്യൂ എപ്പോഴെത്ര? 9 ആണ്. ആ വാല്യൂ കിട്ടുന്നത് എപ്പോഴാണ്? ആ പോളിനോമിയലിനകത്ത് എക്സിന് 1 കൊടുക്കുമ്പോൾ. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് മാക്സിമം പഠിച്ചു നോക്കാൻ നോക്കാം. വാല്യൂ ഓഫ് പി ഓഫ് എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 ഈസ് 9. ചുരുക്കി പറഞ്ഞാൽ പി ഓഫ് 1 ഈസ് 9 എന്നും പറയാം. ഓക്കെ, അപ്പോൾ ബുദ്ധിയുള്ളവർ അങ്ങനെ പറയത്തുള്ളൂ. ഫൈൻഡ് ദ വാല്യൂ എന്ന് പറഞ്ഞാൽ അവർ എക്സിന് 1 ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അവർ ഡയറക്റ്റ് അങ്ങ് പറയും പി ഓഫ് 1 ഈസ് 9. ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ സോ വാട്ട് ഈസ് ദ വാല്യൂ എന്ന് വെച്ചാൽ സാർ പി ഓഫ് 1 ഈസ് 9. സോ വാല്യൂ ഈസ് 9, അല്ലെങ്കിൽ സാർ പി ഓഫ് 1 ഈസ് 9, അങ്ങനെയൊക്കെ പറഞ്ഞു കളയും. അപ്പോൾ അതാണ് എളുപ്പമായ മാർഗം. നിങ്ങളും അത് ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ഒരു എക്സാമ്പിൾ 2 കുറേ പ്രത്യേകത ഉണ്ട്. കുറേ പ്രത്യേകത. എക്സാമ്പിൾ 2 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ എക്സാമ്പിൾ 2 എന്ന് പറഞ്ഞാൽ പേജ് നമ്പർ 32 ഉള്ളതിന് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഒരെണ്ണമാണ് നമ്മൾ ചെയ്തത്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ അത് കുറച്ചുകൂടി ഒന്ന് മുകളിലോട്ട് എടുക്കാം പറയാനുള്ളൊരു കൺവീനിയൻസിന് വേണ്ടിയിട്ട്. ഓക്കെ, നോക്കാം. അപ്പോൾ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? അതുകൊണ്ട് നോക്കി Q ഓഫ് y ആണ്. അപ്പം ശ്രദ്ധിക്കണം, പി ഓഫ് എക്സ് തന്നെ എപ്പോഴും വരണമെന്ന് പറയരുത്. Q
ക്യൂ ഓഫ് വൈ. അപ്പോൾ വൈയിലുള്ളൊരു ഇക്വേഷനാണ്. ഓക്കെ, ക്യൂ ഓഫ് വൈ എന്ന് പറയുമ്പം 3y³ മൈനസ് 4y പ്ലസ് √11. y = 2. അപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും വൈക്കാണ് 2 കൊടുക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്യൂ ഓഫ് വൈ എന്നുള്ളതാണ് ആ ഫങ്ഷൻ. ഓക്കെ, നിങ്ങൾക്ക് ഫങ്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു പക്ഷേ പെട്ടെന്ന് കത്തുമെന്ന് അറിയില്ല. എനിവേ ക്യൂ ഓഫ് വൈ എന്നുള്ളതാണ് പോളിനോമിയൽ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ വൈക്ക് 2 കൊടുക്കുമ്പോൾ അത് ക്യൂ ഓഫ് 2 ആവും. അതൊക്കെ ആർക്കും മനസ്സിലാവും അല്ലേ? ക്യൂ ഓഫ് വൈയിൽ വൈക്ക് 2 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് ക്യൂ ഓഫ് 2 കിട്ടും. ഓക്കെ, പിന്നെ റൈറ്റ് സൈഡിലും വൈക്ക് മൊത്തം 2 ഇട്ട് കൊടുക്കണം. അപ്പം y³ വരും 2³ ആവും, വൈക്ക് വരും 2 ആവും -√11. ഇനി ഇതാ ഈ കാൽക്കുലേഷനൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണേ. 2³ എന്ന് പറഞ്ഞാൽ 8 8 3s are എത്ര? 24. അപ്പോൾ അതൊക്കെ മൈൻഡ് കാൽക്കുലേഷൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സമയം മൊത്തം പോകും. ഓക്കെ, ടേബിളൊക്കെ അറിഞ്ഞിരിക്കണം. 2³ 8. അപ്പം നിങ്ങളുടെ ഒരു ഞാൻ പറഞ്ഞല്ലോ, ഒരു ബുക്ക് എടുത്തിട്ട് നിങ്ങൾ ടിപ്സൊക്കെ എഴുതി വെക്കണം. അപ്പോൾ ആ ബുക്കിലോട്ടൊന്ന് എഴുതിക്കൊള്ളുക. 2⁻0 എനി നമ്പർ റേസ് ടു 0 എന്താണ്? 1. ഓക്കെ, 2⁻1 എന്താണ്? 2. 2⁻2 എന്താണ്? 4. 2⁻3 2³ എത്രയാണ്? 8. 2⁻4 എന്താണ്? 16. 2⁻5 എന്താണ്? 32. ഓക്കെ, 2⁻6 എന്താണ്? 64. 2⁻7 എന്താണ്? 128 വരും. ഓക്കെ, അപ്പോൾ ഇത്രയൊന്നും ബൈ ഹാർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ എഴുതി വെച്ചാൽ, വൺസ് എഴുതി വെച്ചാൽ അതൊരു ഗുണമാണ്. കാര്യം എപ്പോഴെങ്കിലും നമുക്കിത് ആവശ്യം വരുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ബുക്കിലോട്ട് വരാനും നോക്കാനും പറ്റും. പക്ഷേ ഒന്ന് എഴുതി വെക്കുന്നത് നല്ലതാണ്. ഇത് ആവശ്യം വരും എന്നുള്ള കാര്യം 100% ഉറപ്പ്. എപ്പോഴാണോ ആവശ്യം വരുന്നത് പിന്നീട് വന്നിട്ട് നോക്കാൻ നമുക്ക് പറ്റും. പക്ഷേ നമ്മൾ എഴുതിയില്ലെങ്കിൽ ഇനി ഒരിക്കലും എഴുതാൻ പോകുന്നുമില്ല, അല്ലെങ്കിൽ കുറേ നാൾ കഴിഞ്ഞിട്ട് എഴുതുമായിരിക്കും. ഒരിക്കലും എഴുതാൻ പോകുന്നല്ല. നമ്മളിത് ഒന്ന് എഴുതി വെച്ചില്ലെങ്കിൽ നമുക്കിതിനൊരു തുടക്കം കിട്ടിയാൽ, ഞാൻ പറയുന്നത്രേ ഉള്ളൂ, ഒരു തുടക്കം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അതങ്ങ് വളരെ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് അങ്ങ് പോകും. ഓക്കെ, അല്ലെങ്കിൽ പിന്നീട് ഇതിന് വേണ്ടി ട്രൈ ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ 2⁻0 1 2⁻1 2 2² 4 2³ 8 2⁻4 16 2⁻5 32 2⁻6 എത്ര? 64. 2⁻7 എത്ര വരും? 128. ഓക്കെ, അപ്പം 2⁻8 അങ്ങനെയുണ്ട്, അത് നോക്കേണ്ട തൽക്കാലം. ഇത്രയും കാര്യങ്ങളൊന്ന് എഴുതി വെച്ചേക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ ഈ വീഡിയോ പെട്ടെന്ന് ഓടിപ്പോകുന്നുണ്ടെങ്കിൽ പോസ് ചെയ്ത് വെച്ചിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ 2³ 8 ആണെന്ന് അറിയാൻ പറ്റും. അപ്പം പെട്ടെന്ന് തന്നെ 2³ എത്ര? 8 8 × 3 എത്ര? 24 മൈനസ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇക്വേഷൻ ബുക്ക് പെട്ടെന്ന് നിങ്ങൾ പുതിയൊരു ബുക്ക് എടുക്കുക, ഒരു വൈറ്റ് ബുക്ക് എടുക്കുക, അതൊരു വലിയ ബുക്ക് എടുക്കുക. ആ ബുക്ക് സ്കൂളിലും ട്യൂഷൻ സെൻറ്ററിലൊന്നും കൊണ്ടുവരണ്ട. മാത്സിൻ്റെ ഇക്വേഷൻസിനായിട്ട് കീപ്പ് ചെയ്യാനുള്ളൊരു ബുക്ക്. അപ്പോൾ കഴിയുന്ന നമ്മുടെ ഈ A4 സൈസ് ഹൈറ്റുള്ളൊരു ബുക്കുണ്ടോ? ഇതിപ്പോൾ A4 പേപ്പർ അല്ലേ? ഇത്രയൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ കോളേജ് ബുക്കുണ്ടല്ലോ, വലിയ ബുക്ക്, നല്ല വൈറ്റ് ബുക്ക്. അതായത് ഇപ്പം ക്ലാസ്മേറ്റ്സിൻ്റെ ഒക്കെ ക്ലാരിറ്റി ഇല്ലാത്തത് മേടിക്കാതെ നല്ല വൈറ്റ് കളറുള്ളൊരു ബുക്ക് വാങ്ങിക്കുക. അപ്പോൾ എന്നിട്ട് അതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് സൂക്ഷിച്ച് വെക്കുക, എഴുതി വെക്കുക നോട്ട്സ് എല്ലാം. അത് മാത്സ് ഇക്വേഷൻസ് എന്നോ അല്ലെങ്കിൽ മാത്സ് ഷോർട്ട് കട്ട്സ് എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ഹെഡിങ് കൊടുക്കുക. അത് ഫ്രണ്ടിൽ തന്നെ പൊതിയിടണമെന്നില്ല, ഒരു സ്കെച്ച് വെച്ചാണ് എഴുതിയാൽ ഓക്കെയാണ്. കാര്യം ഇപ്പോഴും ഞാൻ ഉപയോഗിച്ചിരുന്ന പണ്ട് +2 അല്ലെങ്കിൽ 10th യൂസ് ചെയ്യുന്ന ബുക്ക് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ 2³ 8 8 3s are എത്ര? 24. പിന്നെ 4 × 2 എത്ര? 8. പക്ഷേ ഈ √11 ചാടി കയറി ആഡ് ചെയ്ത് വെക്കല്ലേ. ഒരു ആൾക്കാർ ആഡ് ചെയ്ത് വെക്കുന്ന കാണാം. ആഡ് ചെയ്യാൻ പറ്റത്തില്ല, അവിടെ തന്നെ ഇട്ടിരുന്നാൽ മതി. ഓക്കെ, ഇനി 24 8 എത്രയാണ്? 16 പ്ലസ് √11. അത്രേ ഉള്ളൂ ആൻസർ. അപ്പോൾ ഇവിടെ ഞാൻ എഴുതിയിട്ടില്ലെന്നേ ഉള്ളൂ. നമുക്ക് പറയാം വാല്യൂ ഓഫ് ക്യൂ ഓഫ് വൈ അറ്റ് y = 2 ഈസ് എത്ര? 16 പ്ലസ് √11. മനസ്സിലാവുന്നു? അപ്പം കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊക്കെ നമ്മളിത് പറഞ്ഞു, ഈ ക്വസ്റ്റ്യന് നമ്മളത് പറയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ നോക്കുക, വാല്യൂ ഓഫ് ക്യൂ ഓഫ് വൈ അറ്റ് y = 2 ഈസ് എത്ര? 16 പ്ലസ് √11. ഓക്കെ, നമ്മൾ പഠിക്കുന്നത് എന്താണ്? വാല്യൂ ഓഫ് ദി പോളിനോമിയൽ. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പം ആ എക്സാമ്പിൾ 2ൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ P of t എന്ന് പറഞ്ഞു തന്നിരിക്കുക. അപ്പം നോക്കേ, P of t അതാ ശ്രദ്ധിച്ചോണ്ട് ലാസ്റ്റ് ഉണ്ട് t = a എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാനിതൊന്ന് ചെറുതാക്കട്ടെ, കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റും, കുഴപ്പമില്ല. വാല്യൂ ഓഫ്
പി ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. പി ഓഫ് ടി, ടിയുടെ വാല്യൂ ആണ് അവർ പറഞ്ഞിരിക്കുന്ന എ. അപ്പം ടി വരുന്നിടത്തെല്ലാം എ കൊടുക്കണം. അപ്പോൾ ഇതൊരു ഡിഫറെൻറ്റ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ പി ഓഫ് ടി മാറി എന്തായി മാറും? പി ഓഫ് എ. 9 അല്ലാതെ പി ഓഫ് എ ആണ്. സോ ശ്രദ്ധിച്ചാൽ മതി, ടി റേസ്റ്റ് 4 വരുന്നിടത്ത് എ റേസ്റ്റ് 4, ടി ക്യൂബ് വരുന്നിടത്ത് എ ക്യൂബ്, ടി സ്ക്വയർ വരുന്നിടത്ത് എ സ്ക്വയർ, ഇത്ര എഴുതി വെച്ചാൽ മാത്രം മതി. ഓക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വേറെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. ആ 4 എ റേസ്റ്റ് 4 പ്ലസ് 5 എ ക്യൂബ് മൈനസ് എ സ്ക്വയർ പ്ലസ് 6. അതായത് ഈ ഒരു പോളിനോമിയൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആ ഇക്വേഷൻ മൊത്തം ടിയിലുള്ളതായിരുന്നു. ടിക്ക് വരെ എ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി ഇത് സോൾവ് ചെയ്യാനൊന്നും പറ്റില്ല, ലൈക്ക് ടേംസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്കപ്പോൾ അവിടെ എഴുതി വെക്കാനായിട്ട് പറ്റും. എന്താണ്? വാല്യൂ ഓഫ് പി ഓഫ് ടി, വാല്യൂ ഓഫ് പി ഓഫ് ടി അറ്റ് എക്സ് ഇസിക്കൽ ടു എ ഈസ് 4, ഇത് തന്നെ 4 എ സ്ക്വയർ പ്ലസ് 5 എ ക്യൂബ് മൈനസ് എ സ്ക്വയർ പ്ലസ് 6 എന്നുള്ളത്. അപ്പോൾ ഇതൊരു ഡിഫറെൻറ്റ് ക്വസ്റ്റ്യനാണ്. ഒരു പക്ഷേ ചെയ്തു തന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളിത് ചെയ്യാതെ അങ്ങ് ബ്ലിങ്കസ്യ എന്ന് പറഞ്ഞ് വിട്ടേനെ അല്ലേ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളുക. അവർ പറയുന്നത് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അവസാനം ഈ കാൽക്കുലേഷൻ മിസ്റ്റേക്സ് വരുന്നത് ആരുടെയും കുറ്റമല്ല, നിങ്ങളുടെ തന്നെ കുറ്റമാണ്. കാര്യം പ്ലസ് മൈനസും ഒക്കെ ആഡ് ചെയ്യാനും അല്ലെങ്കിൽ 2 ക്യൂബ് 8 ആണെന്നൊക്കെ ഉള്ള മനസ്സിലാക്കാനുള്ള ഒരു കേസ് ഓർമ്മ ഉണ്ടാവണം. ഓക്കെ. അപ്പോൾ നമുക്കിനി അടുത്തിലേക്ക് നോക്കാം. ഓക്കെ. ഇനി ഒരു കേസ് നോക്കേ, അത് എവിടെ നിന്ന് വരുന്നതാണ്, അത് ഏത് എക്സാമ്പിളാണെന്ന് ഞാൻ നോക്കട്ടെ. ഇവിടെ ടെക്സ്റ്റിൽ എവിടെ ഉള്ളതാണ്, ഞാൻ അത് വിട്ടുപോയി. എവിടെ നിന്നാണത് വരുന്നതെന്ന് നോക്കിയിട്ട് ഓൾറെഡി ഞാൻ എഴുതി വെച്ചതാണത്. അതിപ്പോൾ കൂടെ നോ പ്രോബ്ലം, ഞാൻ പറയാം അത് എവിടെ നിന്നാണ്. ഓക്കെ, നോക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, സംഭവം ഇത്രേ ഉള്ളൂ. അതായത് ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, പി ഓഫ് വൈ ഇസിക്കൽ ടു വൈ സ്ക്വയർ മൈനസ് വൈ പ്ലസ് 1. വളരെയധികം ശ്രദ്ധിച്ചിരിക്കണേ. കാര്യം നേരത്തെ പറഞ്ഞതിലൊന്നും ചെറിയൊരു ഡിഫറൻസ്, പക്ഷേ ഈ പഠിച്ച സംഭവം ഒന്നും തന്നെ വാല്യൂ തന്നെ, പക്ഷേ ക്വസ്റ്റ്യൻ വേറെ രീതി ചോദിക്കാം. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഏത് രീതി വരാമെന്നാണ് ഞാൻ പറയുന്നത്. പി ഓഫ് വൈ ഇസിക്കൽ ടു വൈ സ്ക്വയർ മൈനസ് വൈ പ്ലസ് 1. അപ്പം നോക്കേ, ഫൈൻഡ് പി ഓഫ് 0. എളുപ്പമല്ലേ? നേരത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിരുന്നവർക്ക് ഇത് എളുപ്പമാണ്. അതായത് പി ഓഫ് വൈ ഉണ്ട്, ഇതാണ്ടേ പി ഓഫ് വൈ ഇവിടെ ഉണ്ട്, ഒന്ന് മാർക്ക് ചെയ്യാം. പി ഓഫ് വൈ ഉണ്ട്. പി ഓഫ് 0 കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താണ് സംഭവം? വേറൊന്നുമില്ല, വൈ വരുന്നിടത്തെല്ലാം 0 ഇട്ട് കൊടുക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് പകരം എന്തുവാ, പി ഓഫ് 0 കണ്ടുപിടിക്കാൻ. അപ്പോൾ ഞാൻ നേരത്തെ അതൊരു സ്ലൈഡിങ് ഞാൻ പറഞ്ഞായിരുന്നെന്ന് തോന്നുന്നു. പോളിനോമിയൽ കണ്ടുപിടിക്കുമ്പം വാല്യൂ ഓഫ് ദ പോളിനോമിയൽ അറ്റ് എക്സ് ഇസിക്കൽ ടു 1 ഈസ് -2 എന്നൊക്കെ പറയുന്നതിന് പകരം പി ഓഫ് 1 ഈസിക്കൽ ടു -2 എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു. ഓക്കെ, അത് ഓർമ്മയുണ്ടാവും ചില ആൾക്കാർക്കെങ്കിലും. അപ്പോൾ ഇത് ആലോചിക്കാം, ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ഉണ്ട്, പി ഓഫ് വൈ എന്നുള്ളതാണ് പോളിനോമിയൽ ഫംഗ്ഷൻ. ഇത് ശ്രദ്ധിക്കുക, പി ഓഫ് വൈ. അവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് പി ഓഫ് 0 ആണ്. അപ്പോൾ നോക്കുക, പി ഓഫ് വൈയും പി ഓഫ് 0യും തമ്മിൽ എന്താണ് ഡിഫറൻസ്? ഈ വൈ വരുന്നിടത്ത് ഇവിടെ എന്ത് വരുന്നു? 0. അപ്പോൾ നമ്മൾ 0 കണ്ടുപിടിക്കണം. വൈ വരുന്നിടത്ത് എല്ലാം 0 ഇട്ട് കൊടുക്കണം. പി ഓഫ് 0 ഈസ് ഈക്വൽ ടു ഇതാണ്ട്, വൈക്ക് 0 ഇട്ട് കൊടുക്കുമ്പോൾ 0 സ്ക്വയർ മൈനസ് 0 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ അവർ വാല്യൂ തന്നെ ചോദിച്ചേക്കുന്നത്. എന്താണ് വാല്യൂ? പി ഓഫ് 0. അപ്പോൾ പി ഓഫ് 0യുടെ വാല്യൂ ആണ് എന്ത്? 1 എന്നുള്ളത്. അത്രേ ഉള്ളൂ. അടുത്ത പി ഓഫ് 1 കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എക്സ് വരുന്നിടത്തെല്ലാം 1 ഇട്ട് കൊടുക്കണം. എന്താ വൈ വരുന്നിടത്തെല്ലാം 1 ഇട്ട് കൊടുക്കണം. വൈ സ്ക്വയർ അടുത്ത് 1 സ്ക്വയർ മൈനസ് വൈ 1 സ്ക്വയർ മൈനസ് 1 പ്ലസ് 1 വരും. ഓക്കെ, പി ഓഫ് 2 എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനകത്ത് എവിടെയൊക്കെ വൈ വന്നോ അവിടെ എല്ലാം 2 ഇട്ട് കൊടുക്കണം. സോ പി ഓഫ് 2 ഇസിക്കൽ 2 സ്ക്വയർ മൈനസ് 2 പ്ലസ് 1. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബാക്കിയെല്ലാം സിമ്പിൾ കാൽക്കുലേഷൻസ് ആണ്. സോ ഇനി ഞാൻ എഴുതിയേക്കുന്നത് ശ്രദ്ധിച്ചേ. അപ്പോൾ പി ഓഫ് 1 പി ഓഫ് 2 എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം എല്ലാവർക്കും ഇത് എഴുതിയെടുക്കാം, യൂട്യൂബിൽ എഴുതിയെടുക്കാം. അതല്ലാത്തവർക്ക് PDF ഞാൻ അയക്കുന്നുണ്ട്, എന്നാലും നോക്കിക്കോ, കിട്ടാത്തവർക്കുണ്ടെങ്കിൽ നോക്കി എഴുതിയെടുക്കാം. സോ ഇനി ഞാൻ എന്താ എഴുതി വെച്ചിരിക്കുന്നത് എന്നാൽ, യു ആർ എലിജിബിൾ ടു ഡു എക്സസൈസ് 2.2. സോ എക്സസൈസ് 2.2ൽ 2.2 ഫുള്ളും ചെയ്യാമെന്നുള്ളതല്ല ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ. 2.2ൽ ക്വസ്റ്റ്യൻ നമ്പർ 1 and 2. സോ ഇത് രണ്ട് നിങ്ങൾ എന്താണ് ചെയ്യാൻ എലിജിബിളാണ്. ഓക്കെ, സോ ഡു ഇറ്റ് ആസ് ഹോം വർക്ക്. സോ ഇതാണ് നിങ്ങൾ എന്തായിട്ട് ചെയ്യണം, ഹോം വർക്കായിട്ട് എന്ത് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ സെക്ഷനിൽ ഞാൻ ഇത്രയും നിർത്തുവാണ്. കാര്യം ഒരു സെക്ഷനിലൂടെ കഴിഞ്ഞാൽ ആ എക്സസൈസ് തീരും. വേണമെങ്കിൽ
നമുക്ക് അതും കൂടി എടുത്തുകൊണ്ട് ആ എക്സസൈസ് തീർക്കാം, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഡീറ്റെയിൽ ആയിട്ട് പോകണം. കാര്യം ഏകദേശം എക്സസൈസ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2.2ൽ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനകത്ത് ഏതാണ്ട് 2 ഡിവിഷൻസ് ഉണ്ട്, 1, 2 ഉണ്ട്. പിന്നെ ഇതിനകത്ത് എത്ര ഡിവിഷൻസ് ഉണ്ട്? 1, 2 എത്ര ഉണ്ട്? 4 ഡിവിഷൻസ് ഉണ്ട്. അപ്പം മൊത്തത്തിൽ 4, 2 6 ക്വസ്റ്റ്യൻസ് ഹോംവർക്കും ഉണ്ട്. അപ്പോൾ അത്യാവശ്യം വർക്കായി. പിന്നെ അത് കൺഫ്യൂഷനായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുക്കാത്തത്. അപ്പോൾ അടുത്ത പാർട്ടിൽ എനിക്കൊന്ന് പാർട്ട് 4 ആയിരിക്കും അടുത്തത്. ആ പാർട്ട് 4ൽ നമ്മൾ കറക്റ്റ് സീറോസ് ഓഫ് ദ പോളിനോമിയൽ എന്തുവാന്ന് പഠിക്കും. അപ്പോൾ ഇന്നത്തെ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഓടിച്ച് നോക്കാം. അപ്പോൾ എന്താണ് സീറോസ് ഓഫ് ദ പോളിനോമിയലാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. പേജ് നമ്പർ എത്ര ആയിരുന്നു? പേജ് നമ്പർ 34. ഓക്കെ, 34ലായിരുന്നു അല്ലല്ലോ, പേജ് നമ്പർ 32ലാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ അവിടെ സീറോസ് ഓഫ് ദ പോളിനോമിയൽ, പക്ഷേ നമ്മൾ സീറോസ് ഓഫ് ദ പോളിനോമിയൽ എന്താണെന്ന് പഠിച്ചില്ല. എൻ്റെ മൗസ് പോയിൻ്റർ ശ്രദ്ധിക്കുക. നമ്മൾ എന്താണ് പഠിച്ചത്? വാല്യൂ ഓഫ് ദ പോളിനോമിയൽ. ഓക്കെ, വാല്യൂ ഓഫ് ദ പോളിനോമിയൽ നമ്മൾ പഠിച്ചു. പിന്നെ അതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് വാല്യൂ ഓഫ് ദ പോളിനോമിയൽ കണ്ടുപിടിക്കുന്നത്. പിന്നെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ പഠിച്ചു. അതായത് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ഒരു പോളിനോമിയൽ ഉണ്ട്, അതിൻ്റെ സൈഡിലോട്ട് ഇൻഡിക്കേറ്റ് ചെയ്തേക്കുന്ന വാല്യൂ ആ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. x = 1 എന്നുള്ള വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ചെയ്തു. പിന്നെ ഒരു ക്വസ്റ്റ്യൻ, പിന്നെ ഡയറക്റ്റ് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു. അതായത് P(y) എന്നിട്ട് P(0), P(1), P(2). അതായത് y = 0, y = 1, y = 2 എന്നായിരുന്നു അവർ തരേണ്ടിയിരുന്നത്. അതിന് പകരം ഇപ്പോൾ വൈയിലുള്ള ഇക്വേഷൻ അല്ലേ ഇത്? ശ്രദ്ധിച്ചേ, ഇത് വൈയിലുള്ള ഇക്വേഷൻ, അതുകൊണ്ടാണ് ഞാൻ x = എന്ന് പറയാത്തത്. സോ അപ്പോൾ വൈയിലുള്ള ഇക്വേഷൻസ് ആകുമ്പം y = 0. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? വാല്യൂ ഓഫ് പോളിനോമിയൽ P(y) അറ്റ് y = 0 ഈസ് -1. അതിനെ തന്നെ പറയുന്ന പേരാണ് P(0). അപ്പോൾ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് നമ്മൾ പഠിക്കുന്നത്? അതിന് പകരം നമ്മൾ എന്ത് പറഞ്ഞാൽ മതി? P(0) എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അത് കണ്ടുപിടിക്കുന്ന കാര്യം പറഞ്ഞു. പിന്നെ എന്താണ് ചെയ്തത്? ഈ ടൂള് ക്ലോസ് ചെയ്താലേ എനിക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്തുള്ളത് സീറോസ് ഓഫ് ദ പോളിനോമിയൽ. ഈ സെക്ഷൻ മുതൽ എത്രാമത്തെ പേജാണ് എന്നറിയില്ല, സെക്കൻഡ്. ഓക്കെ, അപ്പോൾ അവിടെ മുതൽ നമ്മൾ അടുത്ത സെക്ഷനിൽ പഠിക്കും. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.